അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. വന നിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഈ രണ്ട് ബില്ലുകളും തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് 1972 കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത്. 6 അംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം. പിന്നീട് കെടിവെച്ച് പിടികൂടണമെന്നാണ് വ്യവസ്ഥ. ഇതിനും കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള അനുമതി. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. ഇത് പ്രകാരം മനുഷ്യജീവന് ഒരു മൃഗം അപകടം വരുത്തുന്നുവെന്ന വിവരം ജില്ലാ കളക്ടറോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോ CCFനെ അറിയിക്കണം. ഇതോടെ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇറക്കാനാവും. നിയമസഭ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നീക്കം സുപ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിയമ ഭേദഗതിയുമായി സർക്കാർ എത്തിയത്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനം നിയമ ഭേദഗതിക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ. വനം ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മാറ്റിവെച്ചു. മറ്റു വകുപ്പുകളുമായി കൂടിയാലോചനയ്ക്ക് ശേഷം ആവശ്യമായ ഭേദഗതികൾ വരുത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വീണ്ടും എത്തുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.